റഷ്യയും പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുടെ ഇരുണ്ട ഗർത്തത്തിനുള്ളിൽ ഇന്ത്യയും റഷ്യയും നഷ്ടപ്പെട്ടു. 3 രാജ്യങ്ങൾക്കും സമൃദ്ധി ആശംസിച്ചും ട്രംപിന്റെ പരിഹാസം. മോദി, ഷീ, പുടിൻ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ട്രൂത്ത് സോഷ്യലിലെ ഈ പോസ്റ്റ്. വിവരങ്ങളുമായി അഖില രവീന്ദ്രനാണ് ചേരുന്നത്. അഖില, ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നത് അത് തീർച്ചയായും ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചക്കൊടുവിൽ ഇപ്പോൾ അതിനൊരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഒരു 2 ദിവസത്തിന് ശേഷമാണെങ്കിലും ട്രൂത്ത് സോഷ്യലിൽ ഒരു പരിഹാസം വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ചിത്രം? ട്രംപിന്റെ പരിഹാസം എത്തരത്തിലാണ്? സംഗീത, ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്നത് ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ആദ്യമായാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. ഈ ഇരു രാജ്യങ്ങളും ചൈനയുടെ ഗർത്തത്തിനുള്ളിൽ പെട്ടുപോയിരിക്കുന്നു, റഷ്യയും ഇന്ത്യയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കും സമൃദ്ധിയെ ആശംസിക്കുന്നു എന്ന പരിഹാസ രൂപേണയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെയും പുടിന്റെയും ഷി ജിൻപിങ്ങിന്റെയും ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ആദ്യം വരുന്ന ഒരു പ്രതികരണമാണ് ട്രംപിന്റേത്. ആദ്യഘട്ടത്തിലൊന്നും അത് തന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ ഇതെല്ലാം ട്രംപിനെ ബാധിക്കുന്നുണ്ട് എന്നത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട രൺധീർ ജയ്സ്വാളും ഇക്കാര്യത്തിൽ മറുപടി പറയാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പീറ്റർ നവാരയുടെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്ന പരാമർശത്തിന് മറുപടി പറഞ്ഞു. അത് അർത്ഥമില്ലാത്തതും തെറ്റിദ്ധാരണജനകവുമാണെന്നായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ട്രംപിന്റെ ഈ പ്രതികരണത്തോട് അദ്ദേഹം രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്നതിൽ അസ്വസ്ഥനാണ് ട്രംപ്. സംഗീത, തീർച്ചയായും അഖില, ആ അസ്വസ്ഥത ഇനി ഏതൊക്കെ രൂപത്തിൽ പുറത്തേക്ക് വരുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു മനസ്സിലാക്കാം. അഖില രവീന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.